ഇരുവർ എന്ന് പേരിട്ട അഭിമുഖ പരിപാടി. ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നായകൻ മോഹൻലാൽ. ഉത്തരം പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതേ തലക്കെട്ടോടുകൂടി 2011 നടന്നു മോഹൻലാലിന്റെ അഭിമുഖ പരിപാടി. പക്ഷെ അത് പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയുമായിട്ടായിരുന്നു എന്ന് മാത്രം. രണ്ടും വെറും പൊളിറ്റിക്കൽ PR എന്ന് നിങ്ങളും പറയും, ഞാനും പറയും. പക്ഷെ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്, ഒരു കൺവിക്ഷൻ ആൻഡ് കമ്പൽഷൻ. സാർ എന്ത് പറയുന്നു? അത് തന്നെയാണ് അതിനകത്ത് ശരി. കാരണം സ്വാഭാവികമായ മോഹൻലാലിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയോടും UDF-നോടും ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ പ്രകടമായ ഒരു കമ്മ്യൂണിസ്റ്റ് പക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു BJP പക്ഷ രാഷ്ട്രീയം ഇന്ന് വരെ മോഹൻലാൽ എവിടെങ്കിലും പ്രഖ്യാപിച്ചിട്ടുള്ളതായിട്ട് കേട്ടിട്ടില്ല. UDF പക്ഷ രാഷ്ട്രീയം പ്രഖ്യാപിച്ചില്ലെങ്കിലും പൊതുവെ ഒരു രീതി വെച്ച് പറയുമ്പം ഇടതുപക്ഷക്കാരാണെങ്കിൽ അവരെങ്ങനെ മടി കൂടാതെ പരസ്യമായിട്ട് നേരത്തെ തന്നെ രാഷ്ട്രീയം വ്യക്തമാക്കുന്ന കൂട്ടരാ. അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് മോഹൻലാലിന്റെ രാഷ്ട്രീയം UDF രാഷ്ട്രീയമാവാനാണ് സാധ്യത. പക്ഷേ അന്ന് ചെയ്ത അതുകൊണ്ട് കൺവിക്ഷനാണ്. ഇപ്പോഴെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്തെങ്കിലും കൺസിഡറേഷൻ ഉണ്ടാവും. ആ കൺസിഡറേഷൻ എന്ന് പറയുന്നത് കമ്പൽഷനായിട്ട് മാറും. ആ കൺസിഡറേഷൻ വേണമെങ്കിൽ 2-3 ഓപ്ഷൻസ് ഞാൻ പറയാം. മോഹൻലാൽ ഒരു പ്രൊഫഷണലാണ്. സിനിമാ രംഗത്തെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് പരമാവധി വരുമാനം സംഭവിക്കുന്ന ആളാണ്, നേടുന്ന ആളാണ്. അതുപോലെ ബ്രാൻഡ് അംബാസഡറായിട്ടും ഒക്കെ പോകാറുണ്ട്. അങ്ങനെയും വരുമാനം ഉണ്ടാക്കാറുണ്ട്. തീർച്ചയായും പിണറായി വിജയൻ എന്ന് പറയുന്ന ഇന്നത്തെ കാലത്തെ കേരളത്തിൽ വിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഉൽപ്പന്നത്തെ കേരള ജനാധിപത്യത്തിന് വിൽക്കുന്നതിനുള്ള ബ്രാൻഡ് അംബാസഡറായിട്ട് പ്രൊഫഷണൽ ചാർജസ് വാങ്ങിയിട്ടാണ് മോഹൻലാൽ അങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ ഉണ്ടെന്ന് മോഹൻലാൽ പരസ്യമായിട്ട് പറയാം. ഇത് പരസ്യമാണ്, ഞാൻ അതിനുവേണ്ടി ചെയ്യുന്നതെന്ന് പറയാം. അങ്ങനെ പറയാത്തത്തോളം കാലം അതൊരു സംശയമായിട്ട് അവിടെ നിൽക്കട്ടെ. അതല്ല വേറൊന്നും ആവാം. ആനക്കൊമ്പ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും കേരള സമൂഹം നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ആ ആനക്കൊമ്പേൽ പിടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണോ, അത് നടക്കുന്ന ഭീഷണിയാണോ മൂന്നാമതും പിണറായി വന്നു കഴിഞ്ഞാൽ കാണാനും മിണ്ടാനും വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ അപകടകരമാവോ എന്ന് പറഞ്ഞ ആണോ മോഹൻലാല് ഈ തൊഴിൽ ഏറ്റെടുത്തതെന്ന് എനിക്ക് ഉദ്ദേശിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി. 100 വർഷത്തോളം കഴിഞ്ഞ 1920-കളിൽ ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് ഭാരതത്തിൽ നല്ല കേരളത്തിൽ പോലും ഇനി പ്രസക്തിയില്ല എന്ന പിണറായി വിജയൻ 2 കൈയും ഉയർത്തിപ്പിടിച്ച് അംഗീകരിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ ഇടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിച്ചാൽ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സന്ദർഭത്തിലും പിണറായി വിജയനെ പോലുള്ള ഒരു സഖാവിന് അപ്രവാളികളിൽ അരങ്ങ് തകർക്കുന്ന മോഹൻലാലിന്റെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതവിടെ നിൽക്കട്ടെ. അത് രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പരാജയത്തെയാണ് കാണിക്കുന്നത്. അതിന്റെ കാരണവും വളരെ വ്യക്തമാണ്. വർഗസമരത്തെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തെ കൈവിട്ടിട്ട് വർഗീയ പ്രീണനത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക്, വർഗീയ പ്രീണനം എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കണ്ട, അത് ഇന്ന് പിണറായിയും കമ്മ്യൂണിസ്റ്റുകളും അനുവർത്തിക്കുന്ന ഹിന്ദു വിരുദ്ധ വർഗീയത മാത്രമാണെന്ന് വിചാരിക്കണ്ട. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആദ്യത്തെ സർക്കാർ 1957 കേരളത്തിൽ രൂപീകരിക്കുന്ന അന്ന് മുതൽ വർഗീയതയാണ് അവരുടെ പ്രധാന അജണ്ട. ശബരിമല തീവെപ്പ് കേസിലും
രാമസിംഹൻ കൊലപാതക കേസിലും ഹിന്ദുവിന്റെ വികാരം ഉണർന്നപ്പം ഹിന്ദുവിനോടൊപ്പം ചേർന്നുകൊണ്ട് ചങ്ങനാശ്ശേരിയിലെ മന്നത്തുലബ്രാഹ്മണച്ചനെ എന്ന് കാല് പിടിച്ച് കല്യാണകൃഷ്ണൻ നായരും എം എൻ ഗോവിന്ദൻ നായരും പി കെ വാസുദേവൻ നായരും ഒക്കെ ചേർന്ന് അന്ന് കാല് പിടിച്ച് നേടിയ നേട്ടത്തിന്റെ ഫലമാണ്. അതായത് ഹിന്ദു താല്പര്യങ്ങളൊപ്പം നിന്നാണ് 57 ജയിച്ചത്, അല്ലാതെ വർഗീയത ഇല്ലാത്ത രാഷ്ട്രീയമല്ലെന്നും. 67 കാലം മാറി വന്നപ്പം മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുള്ള രാഷ്ട്രീയമായി. അവിടെയും വർഗീയത. അതും കൈവിട്ട് പോയപ്പം EMS ഒരു വശത്ത് നിന്ന് മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി, കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ വർഗീയ പ്രസ്ഥാനത്തെ കൂടെ കൂട്ടി. ഇടയ്ക്ക് കോൺഗ്രസിനുള്ളിലെ വർഗീയ ഗ്രൂപ്പായ ക്രിസ്ത്യൻ മതതാല്പര്യം സംരക്ഷിക്കുന്ന ഉയർത്തിപ്പിടിക്കുന്ന ഗ്രൂപ്പായ ആന്റണി ഗ്രൂപ്പിനെയും കൂട്ടി. അങ്ങനെ വിശാലമായ ഒരു ഹിന്ദു വിരുദ്ധ വർഗീയ മുന്നണി ഉണ്ടാക്കി. അവിടെ നിന്നില്ല. അതിനുശേഷം നിലയ്ക്കൽ പ്രശ്നം വന്നു. കേരളത്തിലെ ഹിന്ദു ഏറ്റവും ശക്തമായി പ്രതികരിച്ച സംഭവം അത്. അവിടെ ഹിന്ദു പിടിച്ചളം ജയിച്ചു. അക്കാലത്തെ UDF സർക്കാരിന്റെ നയങ്ങളെയും മർദ്ദന ഉപകരണങ്ങളെ പോലും പരാജയപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹം നിലയ്ക്കൽ കാര്യത്തിൽ ശബരിമല ഭഗവാന്റെ പൂങ്കാവനത്തിൽ ഒരധിനിവേശവും അനുവദിക്കില്ല എന്ന് നേടിയെടുത്തു. അത് ഹിന്ദുവിന്റെ ധാർമ്മിക സ്ഥലത്തിന്റെ വിജയമായിരുന്നു. ആ വിജയം കഴിഞ്ഞപ്പം അന്ന് കേരളത്തിൽ ജനസംഘമില്ല, BJP ഇല്ല. EMS അവിടെ ശരിക്കും പറഞ്ഞ കുറുക്കന്റെ ബുദ്ധിയോടെ ഒരു സാഹചര്യം കണ്ടു. ഹിന്ദുവിനോടൊപ്പം നിൽക്കുന്നതാണ് ഇപ്രാവശ്യം നേട്ടമെന്ന് കരുതി. ഹിന്ദുവിനോടൊപ്പം നിൽക്കുന്നു പറഞ്ഞില്ല. അതിനു പകരം കൂടെയുള്ള മുസ്ലിം ലീഗത്തിന്റെ വിഭാഗത്തെയും കേരള കോൺഗ്രസിന്റെ ഘടകത്തെയും പറഞ്ഞു വിട്ടു. പള്ളിക്കാരോടും പട്ടക്കാരോടും മസ്ജിദുകാരോടും സലാം പറഞ്ഞ് പിരിഞ്ഞിട്ടല്ലാതെ, അവരെ മൊഴി ചൊല്ലിയിട്ടല്ലാതെ ഞങ്ങളുടെ കൂടെ വേണ്ടെന്ന് പറഞ്ഞു. തനി മതേതര പ്രസ്ഥാനമായി. ആ തനി മതേതര പ്രസ്ഥാനത്തിന്റെ പരോക്ഷമായ സൂചന ഞങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പമാണെന്നായിരുന്നു. അങ്ങനെ ഹിന്ദുവിനോടൊപ്പം നിന്നു. നമ്മൾ കണ്ടില്ലേ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യനായ സഖാവ് VM ശങ്കർ എന്ന പുതിപ്പാടിന്റെ കാലത്ത് നടത്തിയ അവസരപരവാദപരമായ വർഗീയ രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പുകളായിരുന്നുവെങ്കിൽ പിന്നീട് കണ്ടുവരുന്നത് എല്ലാ അർത്ഥത്തിലും ഹിന്ദുവിരുദ്ധ വർഗീയ രാഷ്ട്രീയം ഉയർത്തുന്ന സാഹചര്യമാണ് കാണുന്നത്. അങ്ങനെ വരുമ്പം വർഗീയതയെ താലോലിച്ചിട്ട് പോലും വർഗസമരം വിട്ടു, വർഗീയതയെ താലോലിച്ചു. ഇത് രണ്ടും പരാജയപ്പെട്ട ഘട്ടത്തിലാണ് അപ്രവാളികളിലെ ഏറ്റവും ശ്രദ്ധേയനായ തിളങ്ങുന്ന കഥാപാത്രമായ മോഹൻലാലിനെ കൊണ്ട് പരിശ്രമം. മോഹൻലാല് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതാ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോയത്. വേണ്ട ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല എന്ന് കുറച്ചു പേർക്ക് പരാതിയുണ്ട്. രാഷ്ട്രീയത്തെ പറ്റി അധികം ഒന്നും സംസാരിച്ചില്ല. രാഷ്ട്രീയക്കാരനോടാണല്ലോ സംസാരിക്കുന്നത്. ഇനി അടുത്ത ഒരു ടേമിൽ അവർ വരണം എന്നുണ്ടെങ്കിൽ ഇതൊരു PR വർക്ക് ആണെങ്കിൽ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നൊരു ചോദ്യമുണ്ട്. അല്ല, ഒരു കാര്യമുണ്ട്. മുഖം മൂടി ഇടാൻ പോകുന്ന ഒരാള് ആർക്കെങ്കിലും ഫോട്ടോ എടുത്തു കൊടുക്കുവോ? കൊടുക്കുകയല്ലോ. എന്തിനാ മുഖം മൂടി ഇടുന്നത്? ഇതുവരെ പിണറായിയും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ചെയ്തത് കേരള സമൂഹത്തിന് സ്വീകാര്യമല്ലെന്നും ലഭ്യമായ ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ ശക്തമായ തിരിച്ചടി ചെലുത്തുന്നതിന് കേരളം സജ്ജമാകുകയാണെന്നും മനസ്സിലാക്കിയപ്പം മുഖം മറയ്ക്കണം, മുഖം മൂടി ഇടണം. അതുകൊണ്ട് തന്നെ നേരത്തെ മോഹൻലാലിന് ചോദ്യങ്ങൾ കുറിച്ചു കൊടുത്ത് കാണും. രാഷ്ട്രീയമൊന്നും ചോദിക്കണ്ട, ശബരിമല വിഷയമൊന്നും ചോദിക്കരുത്, അയ്യപ്പന്റെ വിഗ്രഹം കെട്ടൊന്നും ചോദിക്കരുത്, ലാവ്ലിൻ കേസിലെ അഴിമതിയുടെ കാര്യം ചോദിക്കരുത്. മകൾക്കും മരുമകനും വേണ്ടി രാഷ്ട്രീയ രംഗത്ത് കമ്മ്യൂണിസ്റ്റുകളിലെ പോലും ആളുകളെ ചവിട്ടി ഒതുക്കിയ, വെട്ടി നിരത്തിയ AK ബാലനെയും
ജി സുധാകരനെ ഉൾപ്പെടെയുള്ളവരെ വെട്ടി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദനോട് നേരത്തെ കാണിച്ചുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ പരോക്ഷമായി പോലും ചോദിച്ചു പോകരുത്. അതുപോലെ സ്വർണ്ണക്കള്ളക്കടത്തിലെ കാര്യങ്ങൾ ഇതൊന്നും ചോദിക്കരുത് എന്ന് പ്രത്യേകം നേരത്തെ തന്നെ ബ്രീഫ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിലും ബ്രീഫ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ഇടയില്ല എന്ന് ഉറപ്പല്ലേ? സാംബശിവന്റെ കഥാപ്രസംഗത്തിൽ പണ്ട് പറയുമായിരുന്നു, ഒരു വെളിച്ചപ്പാട് അമ്പലത്തിൽ നിന്ന് മരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളിൽ നിന്ന് ഓരോ കാര്യവും ചോദിക്കും. ചോദിക്കുന്നതിനൊക്കെ എന്തൊരു ഉത്തരം പറയും. കുട്ടികളുണ്ടാവുമോ, സമ്പത്തുണ്ടാവുമോ, ലോട്ടറി അടിക്കും, ഉത്തരം പറയും. അവസാനം ഒരാൾ വന്ന് ചോദിച്ചു, വെളിച്ചപ്പാടെ അങ്ങേക്ക് എല്ലാം പറയാൻ കഴിയുമല്ലോ, എന്നാൽ അമേരിക്കയിലെ മാർട്ടിൻ ലൂതർ കിങ്ങിനെ കൊന്നതാരാന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അതിന്റെ പ്രതിയെ കിട്ടാതെ അവര് ബുദ്ധിമുട്ടുക എന്ന് പറഞ്ഞു. അന്നേരം വെളിച്ചപ്പാട് മറുപടി ഉണ്ട്, ഉണ്ണികളെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന്. തീർച്ചയായിട്ടും പിണറായി വിജയൻ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴേ മോഹൻലാലിനോട് പറഞ്ഞു കാണും, ലാലേട്ട ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പിണറായിയോ സുഹൃത്തുക്കളോ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ പിണറായി ചോദിച്ചെന്ന് നോക്കിയാ, ചായ വെക്കാൻ അറിയാവോ, ചോറ് വെക്കാൻ അറിയാവോ, കറി ഉണ്ടാക്കാൻ അറിയാവോ, അമ്മയോട് എങ്ങനെ അമ്മയോട് ലോകത്ത് എല്ലാവർക്കും സ്നേഹമുണ്ട്, പിണറായി വിജയന് മാത്രമല്ല. മതവിശ്വാസം ഉണ്ടായിരുന്നോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പം, അതുപോലെ ജയിലിൽ കിടന്ന കാര്യം ചോദിച്ചു, തല്ലുകൊണ്ട കാര്യം, അടിയന്തരാവസ്ഥയ്ക്ക് അത് കഷ്ടമാണ്. പക്ഷെ അടിച്ച് പിണറായി വിജയനെ ഇഞ്ച പരുവാക്കിയ ഇന്ദിരയുടെ മരുമകൾ സോണിയയുമായിട്ടാണ് അഖിലേന്ത്യാ തലത്തിൽ പിണറായിയും മാർക്സിസ്റ്റുകാരും ആ ഫാസിസ്റ്റ് ശക്തിയോടൊപ്പമാണ് ഇത് നിൽക്കുന്നതെന്ന് പറയുമ്പം എന്തിനാ അധികമൊക്കെ പറയേണ്ട കാര്യമുള്ളത്? ഏതായാലും ജയിലിലെ അനുഭവം ചോദിച്ച കൂട്ടത്തില് മോഹൻലാലിന് ഒരു ചോദ്യമാകായിരുന്നു. അത് മോഹൻലാൽ ചോദിച്ചില്ലെങ്കിലും കേരളത്തിലെ സമൂഹം ആ ചോദ്യം പിണറായിയോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് മറ്റൊന്നുമല്ല, 1960കളുടെ അവസാനം കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം വാടിക്കൽ രാമകൃഷ്ണൻ എന്ന സാധാരണ പട്ടിണിക്കാരനായ തൊഴിലാളിയെ അധ്വാനിച്ച് അന്നം കൊണ്ട് കുടുംബം പുലർത്തിയിരുന്ന വാടിക്കൽ രാമകൃഷ്ണനെ കാലിൽ മഴുകൊണ്ട് വെട്ടിക്കൊന്ന കേസിലെ പ്രതിയായിരുന്നു പിണറായി വിജയൻ. ആ കേസിലെ പ്രതിയായതും രക്ഷപ്പെട്ടതൊന്നും വിഷയം വേണ്ട. അതിനുവേണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയല്ലോ. അന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് പിണറായിയുടെ വികാരം എന്തായിരുന്നു? ആ കേസ് നമുക്കറിയാം, ഭരണകൂടം കൂടെ ഉള്ളപ്പോഴത്തേക്ക് എല്ലാ കേസുകളിലും പല സഹായങ്ങൾ കിട്ടും. ഏതായാലും കേസിൽ നിന്ന് പിണറായിയെ വെറുതെ വിട്ടല്ലോ. അങ്ങനെ വെറുതെ വിട്ടപ്പം പിണറായിയുടെ മനസ്സിലെ വികാരം എന്തായിരുന്നു? ആ ടെൻഷൻ അതിജീവിച്ചതിന്റെ സന്തോഷം എന്തായിരുന്നു? അങ്ങനെ ഒരു ചോദ്യം മോഹൻലാൽ ചോദിച്ചിരുന്നെങ്കിൽ ഞാനും മറ്റ് പലരും വിളിക്കുന്ന പോലെ മോഹൻലാലിനെ ലാലേട്ട എന്ന് വിളിച്ചേനെ. പക്ഷെ ഇപ്പം പറയാൻ തോന്നുന്നത്, ഓ മോനെ ദിനേശ ദിനേശ എന്ന് പറയാൻ അവസ്ഥ.